ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ സ്പൈസി ഡിഷ് അല്ലേ ഉണ്ടാക്കിയത്, ചിക്കൻ കൊണ്ടാട്ടം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ? ഈ തവണ നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്. മുരിങ്ങക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് അതിന്റെ മഹത്വമൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ആളുകളെ എല്ലാവരും മുരിങ്ങക്കോലയെന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിന്റെ മഹത്വം ഗുണമൊന്നും ആലോചിക്കാറില്ല. അതിന്റെ ഗുണം എത്ര പറഞ്ഞാലും തീരുമില്ല. ഈ മുരിങ്ങയിലയാണോ മുരിങ്ങക്കായാണോ ഗുണം കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും പവർഫുൾ തന്നെ. മുരിങ്ങക്കായ കൊണ്ട് നമ്മൾ പല തരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ കറിയാണ്. മുരിങ്ങക്കായൊക്കെ കൂടുതൽ കൈ കിട്ടുമ്പോൾ ഈ കോമ്പിനേഷൻ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന്. അതിനു മുമ്പ് ലിസ്ബി കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ആദ്യം മുതലുള്ള വീഡിയോസ് എന്നാലേ കാണാൻ പറ്റൂ. പിന്നെ നിങ്ങളുടെ കമൻസും അതുപോലെ സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മസാല കറി പ്രിപ്പയർ ചെയ്യുക എന്ന് നോക്കാം. മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ആദ്യം തന്നെ ഒരു 2 മുരിങ്ങക്കായ ഞാൻ കഴുകി നുറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കി വെള്ളത്തിലിട്ടതാണത്. അതേപോലെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഒരു 6-7 പച്ചമുളക്, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം വേണം, കുക്കിംഗ് ഓയിലും വേണം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ കുക്ക് ചെയ്യാനുള്ള ഒരു പാൻ എടുത്ത് നമുക്ക് ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുക്കിംഗ് ഓയിൽ, സവാള വഴറ്റാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് പച്ചമുളക് രണ്ടാക്കി കീറി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിന് പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 6-7 പച്ചമുളക്, പിന്നെ എരിവിനനുസരിച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർ അത് കൂടുതൽ ആഡ് ചെയ്യാം. ഇനി ഈ ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നേരത്തെ അരിഞ്ഞ് വെക്കണമെങ്കിൽ അരിഞ്ഞ് വെക്കാം. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമല്ല ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് തന്നെ അരിഞ്ഞതാണ്. ഈ 3 അല്ലി വെളുത്തുള്ളി, ഇത് നന്നായി ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ഒരു പകുതി വഴന്നാൽ മതി. അപ്പോൾ ഏകദേശം പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഈ കറി നമുക്ക് ഈ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്. പക്ഷേ സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കണ ആ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഈ മുരിങ്ങക്കായ വരുമ്പോഴുള്ള കോമ്പിനേഷനും, പിന്നെ അതുപോലെ ഞാൻ 2 സീക്രട്ടായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞുതരാം. അത് അവസാനമാണ് നമുക്ക് ഇടേണ്ടത്. അതും ഒരു പ്രത്യേക ഫ്ലേവർ വരും. ഇനി നമുക്കിതിലേക്ക് ഈ 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
സാധാരണ മുരിങ്ങക്കായ നമുക്ക് കുറേ കിട്ടുമ്പോൾ നമ്മൾ മുരിങ്ങക്കായ തോരനും അങ്ങനെ പല ഇതുകളൊക്കെ ഉണ്ടാക്കും, പല കറികൾ ഉണ്ടാക്കും നമ്മൾ. പക്ഷെ നമുക്ക് ചിലപ്പോൾ കൂടുതൽ വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ എന്ന് തോന്നും. ആ സമയത്ത് പരീക്ഷിച്ച് നോക്കാൻ നല്ലൊരു ഡിഷാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകി വെച്ചതാണ്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അത് നമുക്കിതിൽ ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് മുരിങ്ങക്കായ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മുരിങ്ങക്കായ ആഡ് ചെയ്യാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി, ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നുറുക്കി കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഈ മുരിങ്ങക്കായ വേണമെങ്കിൽ നമുക്ക് 4ആയി മുറിച്ചിടാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഉപ്പിട്ടതിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇനി അവസാനം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം ഉടഞ്ഞിട്ടുണ്ട്, മുരിങ്ങക്കായ നന്നായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല, പെരിഞ്ജീരകല്ലേ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അത് നല്ല ജീരകത്തിൻ്റെ അല്ല, ശ്രദ്ധിക്കുക, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 2 നുള്ള് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യണം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, ഡാലിൻ്റെ അതിനും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നെയ്യ് ഒരു 1/2 ടീസ്പൂൺ നെയ്യ്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും വരും. ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചെറുതായി ഒന്ന് നമ്മുടെ മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചതൊന്ന് ചെറുതായി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, സിമ്പിൾ ആൻഡ് പവർഫുൾ അല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ അടുത്ത തവണ പുതിയ ഒരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ.